ആരുടെ അമ്മായിയപ്പന മുഖ്യമന്ത്രി എന്നൊക്കെ പറയുന്നത് കേട്ടല്ലോ. മുഹമ്മദ് റിയാസിന്റെ ഇത്തരത്തിലുള്ള ഈ തള്ളിയാണ് ഇവർ ദേശീയപാതയിൽ ഇതുപോലെ വിള്ളലുണ്ടായതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ തരത്തിൽ മന്ത്രി ഇങ്ങനെ ദേശീയപാതയിലുടനീളം നടക്കുകയും സെൽഫി എടുക്കുകയും ഇത് സംസ്ഥാന സർക്കാരിൻ്റെതാണെന്ന് പറയുകയും ഈ ദേശീയപാതയുടെ പിതൃത്വം ഏറ്റെടുക്കാൻ മറ്റാരും വരേണ്ടതില്ല എന്ന് മന്ത്രി പറയുകയൊക്കെ ചെയ്താണെങ്കിൽ കുഴപ്പമായതല്ല. ശ്രീ അനിൽകുമാർ, ഈ ദേശീയപാത 66 പ്രത്യേകിച്ചും ഓരോ റീച്ചിലും മുഖ്യമന്ത്രി തന്നെ യോഗം വിളിച്ച് പ്രശ്നങ്ങൾ പഠിച്ച് പരിഹാരം നിർദ്ദേശിച്ചു എന്നാണ് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞത്. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. മാത്രവുമല്ല, അദ്ദേഹം ഈ ദേശീയപാത 66ന്റെ ഓരോ പ്രവൃത്തി നടക്കുന്ന ഇടങ്ങളിലും നേരിട്ട് പോയി സന്ദർശനം നടത്തുകയും ചെയ്തു. ശരിയാവുന്ന അവൻ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അതെ, 10 കൊല്ലമേ ആയിട്ടുള്ളൂ. അപ്പൊ സംസ്ഥാന സർക്കാർ ഈ കാര്യത്തിൽ എന്ത് പഠനമാണ് നടത്തിയത്? 2019 മുതൽ ഈ പ്രദേശത്തെ പ്രദേശവാസികളും പഞ്ചായത്തും MLA-മാരും ഒക്കെ ഈ ഒരു ദുരന്തത്തെ മുൻകൂട്ടി കാണുകയും അതേക്കുറിച്ച് പരാതി പറയുകയും ചെയ്തിരുന്നു എന്നാണ് അവർ ചർച്ചകളിലൊക്കെ പറയുന്നത്. അല്ല, അതെ, ഞാൻ എന്താ പറയാന്ന് വെച്ചാല്, ഒന്ന്, ദേശീയപാതയ്ക്ക് സ്ഥലം ഏറ്റെടുക്കുന്ന പോലെ തന്നെയാണ് റെയിൽവേക്ക് സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കുന്നത്. റെയിൽവേക്ക് സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കുമ്പോൾ സംസ്ഥാന സർക്കാരിന്റെ വിഹിതം ചോദിക്കുന്നില്ല. പക്ഷെ ദേശീയപാതയ്ക്ക് കേരളം കൊടുക്കേണ്ടി വരുന്നു, മറ്റൊരു സ്റ്റേറ്റും കൊടുത്തിട്ടുമില്ല. ഇവൻ കള്ളന് കഞ്ഞി വെച്ചവനാണ്. ഇവനെയാ എനിക്കിപ്പോൾ ആവശ്യം. തീർച്ചയാണോ? റെയിൽവേക്ക് സ്ഥലം ഏറ്റെടുത്ത് കൊടുത്തതിന്റെ മാനദണ്ഡം എന്താണ്? ഞങ്ങളാണോ സ്ഥലം കണ്ടെത്തിയത്? റെയിൽവേ അവരുടെ വികസനത്തിന് വേണ്ടി ഇത്ര സ്ഥലം എടുക്കണമെന്ന് പറയുന്നു. സംസ്ഥാന സർക്കാർ എടുത്തു കൊടുക്കുന്നു. കോട്ടയം വഴി തീവണ്ടി പാത ഇരട്ടിപ്പിക്കുന്നു. ഇപ്പോൾ ആലപ്പുഴ വഴി തീവണ്ടി പാത ഇരട്ടിപ്പിക്കുന്നു. അവിടെ റെയിൽവേ കരാർ ഏറ്റെടുത്ത് കൊടുത്ത് റെയിൽവേയുടെ പണി നടന്ന് ആ പണി നടക്കുന്ന സ്ഥലത്ത് എന്തെങ്കിലും അപകടം വന്നാൽ ഉടനെ പിണറായി വിജയൻ രാജിവെക്കണോ? ഞാൻ എന്തോ പറയുന്നു, ഇയാൾ എന്തോ പറയുന്നു. രണ്ടും മലയാളം അല്ലേ? ഞാൻ ശ്രീ അനിൽകുമാർ അതേയല്ല ചോദിച്ചത്. പൊതുമരാമത്ത് മന്ത്രി ഈ ദേശീയപാത 66ന്റെ പ്രവൃത്തി പുരോഗതി വിലയിരുത്തുന്നതിനായി എല്ലായിടത്തും പോകുന്ന ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടു. മുഖ്യമന്ത്രി തന്നെ നേരിട്ട് യോഗം വിളിച്ചു പലതവണ എന്ന് പൊതുമരാമത്ത് മന്ത്രി പറയുന്നു. ഈ യോഗങ്ങളിലും ഈ സന്ദർശനങ്ങളിലും എന്താണ് പഠിച്ചത്, എന്താണ് വിലയിരുത്തിയതെന്നാണ് ഞാൻ ചോദിച്ചത്, അല്ലാതെ മുഖ്യമന്ത്രിയുടെ രാജിയെക്കുറിച്ച് പറയാൻ പോവാണ്. അതാണ് പറയണത്. എന്തോന്നാടോ ഇത്, എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? അത് തന്നെ. ഇവിടെ ചാനൽ ചർച്ചയിൽ പങ്കെടുത്തവർക്ക് മറുപടി പറയണ്ടേ? ആരുടെ അമ്മായിയപ്പന മുഖ്യമന്ത്രി എന്നൊക്കെ പറയുന്നത് കേട്ടല്ലോ. ഞാനൊന്ന് മറുപടി പറയണ്ടേ? അമ്മായിയപ്പൻ ആകുകയാണോ ചെയ്തത്, മുഖ്യമന്ത്രിയായിട്ട് ആദ്യം വരികയാണോ ചെയ്തെന്നുള്ളത് ഈ ചർച്ചയിലൊന്നും പോകണ്ടേ? ഇങ്ങനെയൊക്കെ പ്രയോഗിക്കാവോ ഒരു ചർച്ചയിൽ? നിങ്ങളെപ്പോലെ നല്ല മാന്യതയുള്ളൊരു സംസ്കാരമുള്ള ഒരു ചാനലിനകത്ത് ഇങ്ങനെയൊക്കെയാണോ അതിഥികൾ മുഖ്യമന്ത്രിയെ അഭിസംബോധന ചെയ്യേണ്ടത്? നമുക്കൊരു അഭിമാനം. ഇനി കേരള സർക്കാർ എന്ത് ചെയ്തു? ഒന്നാമത്തെ കാര്യം, ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി ആയിരുന്നെങ്കിൽ ഇതിന്റെ പരാതി കേൾക്കില്ലായിരുന്നു. ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി കേരളത്തിൽ മുഖ്യമന്ത്രിയായി തുടർന്നിരുന്നെങ്കിൽ ദേശീയപാതയുമായി ബന്ധപ്പെട്ട ഒരു പരാതിയും മുഖ്യമന്ത്രി കേൾക്കില്ല. കാരണം എന്താണ്? ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ദേശീയപാത അതോറിറ്റി നാട് വിട്ടുപോയി. ഒരുമാതിരി ചൊറിഞ്ഞു വരുന്നുണ്ട് നിന്റെ വർത്താനം കേട്ടിട്ട്. കേരളത്തിൽ നിന്ന് പൂട്ടി നാട് വിട്ടുപോയി. ദേശീയപാത നടക്കില്ല. പിന്നെ ദേശീയപാത മണ്ണിടിഞ്ഞു എന്ന് പറഞ്ഞ് ഉമ്മൻചാണ്ടിയുടെ പേരിൽ ആരെങ്കിലും പരാതിപ്പെടുമോ? ഒരു പരാതി ഉണ്ടാവില്ല. പിണറായി വിജയൻ്റെ പേര് പരാതി പറയാൻ കാരണം ഇവിടുന്ന് ഒളിച്ചുപോയ അല്ലെങ്കിൽ ഇവിടുന്ന് നിർത്തിപ്പോയ ദേശീയപാത സംവിധാനത്തെ അദ്ദേഹം മുൻകൈയെടുത്ത് 6 തവണ നിതിൻ ഗഡ്കരിയുടെ ആഫീസിൽ പോയി കണ്ട് നിർബന്ധപൂർവ്വം അവരാവശ്യപ്പെട്ട തുകയായ 6250 കോടി രൂപ കിബിയിൽ നിന്ന് കൊടുത്ത് പണി നടത്തിച്ചത് കൊണ്ടാണ്, സ്ഥലം ഏറ്റെടുത്ത് കൊടുത്തത് കൊണ്ടാണ് മുഖ്യമന്ത്രിയെ നിങ്ങൾ ആക്രമിക്കുന്നത്, മുഹമ്മദ് റിയാസിനെ നിങ്ങൾ ആക്രമിക്കുന്നത്. ഞാൻ ഈ മുഹമ്മദ് റിയാസിന്റെ ഇത്തരത്തിലുള്ള ഈ തള്ളിയാണ് ഇവർ ദേശീയപാതയിൽ ഇതുപോലെ വിള്ളലുണ്ടായതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇതിനു മുമ്പ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തും അതിനു മുമ്പ് VS അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്തുമൊക്കെ ദേശീയപാതയ്ക്ക് വേണ്ടിയിട്ട് ഭൂമി ഏറ്റെടുക്കുമ്പോൾ സംസ്ഥാന സർക്കാർ തന്നെയാണ് പണം കൊടുക്കേണ്ടി വന്നിരുന്നത്. അത് അന്നത്തെ കേന്ദ്ര സർക്കാരിന്റെ കേന്ദ്ര റെഗുലേഷൻ അനുസരിച്ചിട്ട്, നോംസ് അനുസരിച്ച് അത് തന്നെയായിരുന്നു. പിന്നീട് പല മാറ്റങ്ങളും വന്നിട്ടുണ്ട്. UPA സർക്കാരിന്റെ കാലത്ത് ഭൂമി ഏറ്റെടുക്കൽ നിയമവുമായി ബന്ധപ്പെട്ട ചില റിലാക്സേഷൻസ് ഒക്കെ വരികയും ആളുകൾക്ക് കൂടുതൽ ഫെയർ വാല്യൂ കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോഴാണ് ഇത് കുറെ കൂടി എളുപ്പം വന്നത്. അപ്പോൾ ഇത് മുഹമ്മദ് റിയാസിന്റെ മുഖ്യമന്ത്രിയുടെ മാത്രം പണിയുടെ ഭാഗമായിട്ട് നടന്നല്ല, കേന്ദ്രത്തിൽ UPA സർക്കാർ കൊണ്ടുവന്ന നിയമത്തിന്റെ കൂടി പിൻപറ്റിക്കൊണ്ടാണ്. ഈ തരത്തിൽ മന്ത്രി ഇങ്ങനെ ദേശീയപാതയിലുടനീളം നടക്കുകയും സെൽഫി എടുക്കുകയും ഏത് ദേശീയപാത പുരോഗതി വിലയിരുത്താൻ പോയാലും അവിടെയെല്ലാം മാധ്യമങ്ങളെ വിളിച്ചു കൂട്ടുകയും ഇത് സംസ്ഥാന സർക്കാരിൻ്റെതാണെന്ന് പറയുകയും ഈ ദേശീയപാതയുടെ പിതൃത്വം ഏറ്റെടുക്കാൻ മറ്റാരും വരേണ്ടതില്ല എന്ന് മന്ത്രി പറയുകയൊക്കെ ചെയ്താണെങ്കിൽ കുഴപ്പമായത്. അല്ലെങ്കിൽ ഇപ്പൊ ഇതിന് പുറത്ത് ആരും പൊതുമരാമത്ത് വകുപ്പിനോട് സംസ്ഥാന സർക്കാരിനോട് ചോദിക്കാൻ പോവില്ലായിരുന്നു. എവിടെയാണ് മണ്ണ് കിട്ടാതെ വന്നപ്പോൾ മുഖ്യമന്ത്രി ഇടപെട്ടത്, എവിടെയാണ് മറ്റ് തടസ്സങ്ങൾ വന്നപ്പോൾ മുഖ്യമന്ത്രി ഇടപെട്ടത് എന്ന് നമുക്കെല്ലാം അറിയാം. ഇടപെട്ടത് കരാറുകാരനായ കമ്പനിയിൽ നിന്നും ഇലക്ട്രൽ ബോണ്ട് വാങ്ങാനല്ല. എന്റെ പൊന്നു മക്കളെ,
ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ രാജ്യത്ത് സത്യത്തിനും നീതിക്കൊന്നും ഒരു വിലയില്ല. വലിയ വിലയൊന്നുമില്ല, ഇങ്ങോട്ട് പോരാമാരെ. മുഖ്യമന്ത്രി ഈ കാര്യങ്ങൾക്കായി യോഗം വിളിച്ചുവെന്ന് പൊതുമരാമത്ത് മന്ത്രി പറയുന്നു. മുഖ്യമന്ത്രി നേരിട്ട് വിലയിരുത്തുകയായിരുന്നു എന്ന് താങ്കൾ പറയുന്നത്. ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ക്രമസമാധാന പ്രശ്നം, മണ്ണ് കിട്ടാത്ത ഉണ്ടെങ്കിൽ അത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്, KSEBയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതൊക്കെയാണ് മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ ചർച്ച ചെയ്തത് എന്നല്ലേ താങ്കൾ പറയുന്നത്? അങ്ങനെയെങ്കിൽ പൊതുമരാമത്ത് മന്ത്രി ഈ സന്ദർശനം നടത്തിയപ്പോൾ പ്രാദേശികമായി ഉയർന്നിരുന്ന പ്രശ്നങ്ങൾ കേട്ടിരുന്നോ? അതിന് പരിഹാരം കണ്ടെത്താൻ ശ്രമിച്ചിരുന്നോ? വന്ന് നിങ്ങൾക്ക് എന്നെ തീരെ വിശ്വാസമില്ല അല്ലയോ? ഇല്ല, നിന്നെ ഞങ്ങൾക്ക് തീരെ വിശ്വാസമില്ല. അവിടെയാണ് മനസ്സിലാക്കേണ്ടത്. മുഖ്യമന്ത്രി അവലോകന യോഗം നടത്തുമ്പോൾ നിർമ്മാണം നടത്തുന്ന കമ്പനിക്ക് അവിടെ നിർമ്മാണം നടത്താൻ ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിലുള്ള തടസ്സങ്ങളുണ്ട്. ആ തടസ്സങ്ങളിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ സഹകരണം എന്ത് വേണം, പ്രാദേശിക സഹകരണം എന്ത് വേണം, ആ സഹകരണത്തിന് അവിടുത്തെ MLA അതിലുണ്ടാവും, അവിടുത്തെ കലക്ടർ ഉണ്ടാവും, ഉദ്യോഗസ്ഥന്മാരുണ്ടാവും. ആ പദ്ധതി നടപ്പാക്കാൻ വേണ്ടിയുള്ള എല്ലാ പിന്തുണയും കൊടുത്തിട്ടുണ്ട്. എന്തോ വല്ലതും പറഞ്ഞോ? എടാ അലവലാതി പുണ്യവഞ്ചമേ. എന്റെ ചോദ്യം, ഈ പറയുന്ന അപകടം ഉണ്ടായ സ്ഥലം അടക്കം, അവിടെ കുരിയാട് അടക്കമുള്ള പ്രദേശങ്ങളിൽ ജനങ്ങൾ വ്യാപകമായി ഈ പദ്ധതിയെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. അത് മുഖ്യമന്ത്രിയോ പൊതുമരാമത്ത് മന്ത്രിയോ കേട്ടിട്ടുണ്ടോ? അത് പറയാൻ മാത്രം എന്താ മടി? സംസ്ഥാന സർക്കാരും ദേശീയപാത അതോറിറ്റിയും ഭായി ഭായി എന്ന് പറഞ്ഞ പൊതുമരാമത്ത് മന്ത്രി ജനങ്ങളുടെ ഈ ആശങ്ക അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടോ? അലൈൻമെന്റിന്റെ കാര്യത്തിലടക്കം അത്തരത്തിലുള്ള ആശങ്കയുണ്ടെങ്കിൽ അത് മാറ്റി എടുക്കേണ്ടതാണ് എന്ന നിർദ്ദേശം ദേശീയപാത അതോറിറ്റിക്ക് മുന്നിൽ വെച്ചിട്ടുണ്ടോ? അലൈൻമെന്റിന്റെ കാര്യത്തിൽ ഇടപെടാൻ സംസ്ഥാന സർക്കാരിന് അധികാരമില്ല. അലൈൻമെന്റിന്റെ ഒരു തർക്കത്തിലും കേരള സർക്കാരിന് മുന്നിൽ ഒരു വിഷയം വന്നിട്ടില്ല. അതിൽ ഇടപെടാൻ സംസ്ഥാന സർക്കാരിന് അധികാരമില്ല. എന്താ ഉദ്ദേശം? എന്തുദ്ദേശം? ആ അലൈൻമെന്റുമായുള്ള തർക്കം കുഞ്ഞാലിക്കുട്ടിക്കായിരുന്നു. അലൈൻമെന്റുമായുള്ള തർക്കം BJPക്കായിരുന്നു. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് കീഴാറ്റൂർ സമരം നടക്കുമ്പോൾ മോദിക്ക് കത്തെഴുതി ഈ ദേശീയപാത നിർമ്മിക്കാൻ പാടില്ല. അത്തരം അലൈൻമെന്റ് തർക്കങ്ങൾ അവരുമായിട്ടാണ്. അവസാനം ദേശീയപാത അതോറിറ്റി BJPയുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ പരാതി അലൈൻമെന്റ് മാറ്റം ഈ പദ്ധതി വരുന്നതുകൊണ്ട് ജനജീവിതത്തിന് ബുദ്ധിമുട്ടുണ്ടാകും എന്ന് ജനങ്ങൾ പറഞ്ഞപ്പോൾ ആ കാര്യം മുഖ്യമന്ത്രിയോ പൊതുമരാമത്ത് മന്ത്രിയോ ദേശീയപാത അതോറിറ്റിയുടെയോ അല്ലെങ്കിൽ ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിയുടെയോ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടോ? ജനങ്ങളുടെ ആശങ്കകൾക്ക് പരിഹാരം കണ്ടെത്താൻ നിങ്ങൾ എങ്ങനെയാണ് ശ്രമിച്ചിട്ടുള്ളതെന്നാണ്. ഉത്തരം പറഞ്ഞാൽ പിന്നെയും ചോദ്യം. കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോ ഒരു ദേശീയപാത പണിതുകൊണ്ടിരിക്കുന്ന സ്ഥലം എഞ്ചിനീയർമാര് നിർമ്മാണം നടത്തുന്ന കമ്പനിക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. വിട്ടുകൊടുത്തിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ടതല്ല. നമ്മളൊരു കരാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ പൊസഷൻ ഹാൻഡഡ് ഓവർ ടു കൺസ്ട്രക്ടിംഗ് കമ്പനി. ആ കമ്പനിയാണ് കോൺഗ്രസിന്റെ ഒരു MLA നേതൃത്വം കൊടുക്കുന്ന കമ്പനിയാണ്. അവരെയാണെന്ന് കേന്ദ്ര സർക്കാർ കരിമ്പട്ടികയിൽപ്പെടുത്തിയിരിക്കുന്നത്. കരിമ്പട്ടികയിൽപ്പെടുത്താൻ നേരത്തെ കേരള സർക്കാരിനോട് ചോദിച്ചോ കരിമ്പട്ടി പെടുത്തിക്കോട്ടെ എന്ന്? ഒന്ന് പോണോ അവിടുന്ന്, താൻ കുറെ നേരമായല്ലോ. പെടുത്താൻ നേരത്തെ ചോദിച്ചില്ല. ജനങ്ങളുടെ വീട്ടിലോട്ട് വെള്ളം വരച്ച് കയറുന്നുണ്ടെങ്കിൽ ഇത് ഇടിഞ്ഞു താഴെ വീഴുന്നത് ജനങ്ങൾക്ക് ആശങ്കയുണ്ടെങ്കിൽ അത് ഈ പറയുന്ന കമ്പനിയുടെയോ ദേശീയപാത അതോറിറ്റിയുടെയോ ശ്രദ്ധയിൽപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം പൊതുമരാമത്ത് വകുപ്പിന് സംസ്ഥാന സർക്കാരിന് അതാണ് അതിന്റെ ഉത്തരവാദിത്വം. നമ്മുടെ രാജ്യത്തൊരു നിയമം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ആ നിയമം അനുസരിച്ച് ദേശീയപാത പണിയുന്നിടത്ത് ഞാൻ ചോദിച്ചത് മന്ത്രി മുഹമ്മദ് റിയാസ് ഈ സ്ഥലങ്ങളിലൊക്കെ പോയി ചിലടത്ത് പോയി തൊട്ടുപോയി പറയുന്നു. മുഖ്യമന്ത്രി നിരന്തരം ഓരോ റീച്ചിലും യോഗം വിളിച്ചു എന്ന് പറയുന്നു. ഈ വിളിച്ചവർ എന്താണ് ചർച്ച ചെയ്തതെന്നാണ് ഞാൻ ചോദിച്ചത്. ഞാൻ 2013 നിയമത്തെ കുറിച്ചല്ല ചോദിക്കുന്നത്. ജനങ്ങളുടെ ആശങ്കകൾക്ക് എന്ത് പരിഹാരം ഉണ്ടാക്കി എന്നാണ് ഞാൻ ചോദിച്ചത്. 2013 നിയമം വെറുതെ അല്ല നന്നാവാത്തത്. 2013 നിയമം കോൺഗ്രസ് ഉണ്ടാക്കി. അവള് പറഞ്ഞു കേട്ടില്ലേ? തമാശയല്ല, അങ്കിള് പോയട്ടെ. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ.